എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ റയാൻ ഗോസ്ലിംഗിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ദ ഫോൾ ഗായ്. ദ ഫോൾ ഗായ് ഈ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഈ സിനിമ ആരെ ഡയറക്ട് ചെയ്തെന്നുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള മറ്റാരുമല്ല, ഡേവിഡ് ലീച്ച് തന്നെയാണ്. ഡേവിഡ് ലീച്ച് തന്നെയായിരുന്നു ഡെഡ്പൂൾ 2 സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് റീസെന്റ് പുള്ളിക്കാരൻ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു സിനിമയും ഡയറക്ട് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഡേവിഡ് ലീച്ചിനെ പോലത്തെ ഒരു ഡയറക്ടർ ഒരു ആക്ഷൻ കോമഡി സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഗ്രാൻഡ് ആയിട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം നമ്മൾ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അത് തന്നെയാണ് നമുക്ക് ദ ഫോൾ ഗായ് സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു എപ്പിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയ്ക്കകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണം അതെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ ദ ഫോൾ ഗായ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ തികച്ചും ഇതൊരു ആക്ഷൻ കോമഡി സിനിമയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു റൊമാൻറ്റിക് സിനിമയും കൂടി തന്നെയാണ്. ആൻഡ് സിനിമയ്ക്കകത്തുള്ള മെയിൻ കാസ്റ്റ് ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള റയാൻ ഗോസ്ലിംഗിനെയും അതുകൂടാതെ എമിലി ബ്ലണ്ടിനെയും തന്നെയാണ്. ആൻഡ് ഇവർ രണ്ടുപേരും തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കെമിസ്ട്രി വൺ പോളി ആയിട്ട് തന്നെ നമുക്ക് ഓൺ സ്ക്രീനിൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അവർ തമ്മിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇപ്പം അതെങ്ങനെയാണ് പോകുന്നത് എല്ലാം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രെമിസസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ആക്ച്വലി ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആറൺ ടൈലർ ജോൺസന്റെ ടോം റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു സ്റ്റണ്ട് മാൻ ആയിട്ടാണ് നമുക്ക് റയാൻ ഗോസ്ലിംഗിന്റെ ക്യാരക്ടറിന് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്കാരനെ കാണാതെ പോവും. സോ സിനിമയുടെ ബേസിക് പ്രെമിസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയാൻ ഗോസ്ലിംഗ് ആ സൂപ്പർ സ്റ്റാറിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ജേണിയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ജേണി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ മറ്റൊരു പ്രെമിസസും കൂടി കാണിച്ചാൽ നമ്മളെ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഹീറോസിനെയാണ് നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് തന്നെ. സോ ഏതെങ്കിലും ഒരു സ്റ്റണ്ട് സംഭവിക്കണം, ഏതെങ്കിലും ഒരു ആക്ഷൻ സംഭവിക്കണം, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്റ്റണ്ട് മാൻസിനെ ആർക്കും അറിയില്ല. അവരാരുടെയും ഭാഗത്തുനിന്ന് പോയി ക്രെഡിറ്റ്സ് കൊടുക്കാറില്ല. കാരണം എല്ലാ ക്രെഡിറ്റും കിട്ടുന്നത് ഹീറോസിന് തന്നെയാണ്. സോ ആ ഒരു ഏരിയ തന്നെയാണ് ഈ സിനിമയുടെ പ്രെമിസസിൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം എത്രത്തോളം കഷ്ടപ്പാട് ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് സ്റ്റണ്ട് മാൻസിന് നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി ഈ സിനിമ എടുത്ത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ ഒരു എൻ്റർടൈനിങ് ആയിട്ടും എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ സിനിമയുടെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആറൺ ടൈലർ ജോൺസന്റെ ആ ഒരു ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ പോകുന്ന റയാൻ ഗോസ്ലിംഗിന്റെ ഒരു ജേണിയും തന്നെയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ ഒരു റൊമാൻറ്റിക് സിനിമയും കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എമിലി ബ്ലണ്ട് പുള്ളിക്കാരൻ്റെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ആണ്. സോ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനിയിപ്പോൾ എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ കഥയിൽ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒബ്വിയസ്ലി ഇതൊരു ആക്ഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ആക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വൺ കിഡിലനായിട്ടുള്ള എപ്പിക് ആയിട്ടുള്ള പല ആക്ഷൻ സീൻസും നമുക്ക് എന്താണെങ്കിലും ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒന്നും രണ്ടും മാത്രമല്ല, ഒത്തിരി അധികം നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സിക്യൂഷനും ഇതിനകത്ത് അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അത് തന്നെയാണ് ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് തന്നെ. പിന്നീട് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൺസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റണ്ട് മാൻ്റെ കഥയാണ് നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതും അവർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ ഇതിനകത്ത് അത്രയ്ക്കും വർക്കൗട്ട് ആകാതെ പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോമഡി ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. ചില കോമഡി വർക്ക് ആവുന്നുണ്ടായിരുന്നു, ചില കോമഡി അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ആകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷെ വർക്ക് ആയിട്ടുണ്ടായിരുന്നത് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി തന്നെയാണ്. എമിലി ബ്ലണ്ടും റയാൻ ഗോസ്ലിംഗും ഒരു രക്ഷയില്ലാത്ത കെമിസ്ട്രിയാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഒറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുള്ളൂ, ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ത്രൂ ഔട്ട് ഒരു എൻ്റർടൈനർ ആയിട്ടുള്ളൊരു പടം തന്നെയാണ് ഫോൾ ഗായിൽ കൂടി നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നത് തന്നെ. സോ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണുമെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇപ്പം ഇറങ്ങേണ്ടിയിരുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ 90s അല്ലെങ്കിൽ 80s ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട ഒരു ഹോളിവുഡ് സിനിമ തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ അർണോൾഡ് ഷ്വാസ്നെഗറുടെയും അതുകൂടാതെ തന്നെ സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെയൊക്കെ ഇതേപോലത്തെ കുറേയധികം ആക്ഷൻ സിനിമകൾ നമ്മൾ ചറപറ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം ആ ഒരു വൈവാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഫോൾ ഗായ് കൂടി നമുക്ക് കിട്ടുന്നത്. അത് ഒരു രീതിയിൽ നിങ്ങൾ
നോക്കിയാൽ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് സത്യം പറഞ്ഞ ഒരു പഴയ പടം നമുക്ക് തോന്നിപ്പോകും. കാരണം ഇതിനകത്തുള്ള ആക്ഷൻസും കാര്യങ്ങളും ഇവൻറ്റ്സ് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം അത് നിങ്ങൾക്ക് എൻഡിങ്ങിൽ എത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് വരും. സോ അതായത് ഒരു ആക്ഷന് വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു പ്ലോട്ട് പോലെ നമുക്ക് എന്താണെങ്കിലും തോന്നാൻ സാധ്യത തന്നെയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ വരേണ്ട ഒരു സിനിമയായിരുന്നു, അല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വരേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. സോ ഓവറോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ദ ഫോൾ ഗായ് സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. സോ ഞാൻ ഇത്രയും പറയുള്ളൂ, ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി നല്ലൊരു ആക്ഷൻ സിനിമ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിരിക്കണം. നിങ്ങൾ റയാൻ ഗോസ്ലിങ്ങിൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നൊരു സിനിമ തന്നെയായിട്ടാണ് ദ ഫോൾ ഗായ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7/10. നല്ലൊരു സിനിമ തന്നെയാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് റയാൻ ഗോസ്ലിങ്ങിൻ്റെ സിനിമ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.